നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ വീടുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഹരിതകർമ്മ യൂസർ ഫീ. അതുപോലെ എന്തുകൊണ്ടാണ് ഓരോ മാസവും ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീ നൽകേണ്ടത്, അവർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പിന്നീട് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എന്തുകൊണ്ടാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ അവർ കൊണ്ടുപോകാത്തത്, വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ചെയ്യണമെന്ന് സർക്കാർ പറയുന്നതിന് പിന്നിലെ കാരണം എന്താണ്, മാലിന്യം ശരിയായി വേർതിരിച്ച് നൽകാത്തവർക്ക് നിയമപരമായ നടപടികൾ ഉണ്ടാവും, ഇതെല്ലാം വെറും ചോദ്യങ്ങളല്ല, കേരളത്തിന്റെ ശുചിത്വ ഭാവിയുമായി ബന്ധപ്പെട്ട അതീവ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. കേരള സർക്കാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശുചിത്വ മിഷൻ, കുടുംബശ്രീ കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 എന്നിവയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതിനാൽ വീഡിയോ അവസാന നിമിഷം വരെ കാണുക. കാരണം നിങ്ങളുടെ വീട്ടിൽ എല്ലാ മാസവും എത്തുന്ന ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ ഇതുവരെ അറിയാത്ത നിരവധി കാര്യങ്ങൾ, അതുപോലെ ഫീസ് അടച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അതുപോലെ വർദ്ധിപ്പിക്കുമോ, എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. കേരളം ഇന്ന് വികസനത്തിന്റെ പുതിയ ഘട്ടങ്ങളിലേക്ക് മുന്നേറുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, സാങ്കേതിക വിദ്യ എല്ലാ മേഖലയിലും കേരളം ശ്രദ്ധേയമായ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വികസനത്തിനോടൊപ്പം വളർന്ന മറ്റൊരു വലിയ വെല്ലുവിളിയും സംസ്ഥാനത്തെ ബാധിച്ചു. അത് മാലിന്യ സംസ്കരണമാണ്. ഒരു കാലത്ത് ഓരോ വീട്ടിലും പ്ലാസ്റ്റിക് ഉപയോഗം വളരെ കുറവായിരുന്നു. കച്ചവട സ്ഥാപനങ്ങളിൽ തുണിസഞ്ചികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഭക്ഷ്യവസ്തുക്കൾ പോലും ഇലകളിലും പേപ്പറുകളിലുമായിരുന്നു പൊതിഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ സ്ഥിതി പൂർണ്ണമായും മാറി. ഇന്ന് ഓരോ വീട്ടിൽ മാത്രം ദിവസേന നിരവധി പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, പാക്കറ്റുകൾ, അതുപോലെ കാർഡ്ബോർഡുകൾ, ടെട്രാ പ്ലാസ്റ്റിക്കുകൾ, ഡിസ്പോസബിൾ പ്ലേറ്റുകൾ, കപ്പുകൾ, ഓൺലൈൻ ഷോപ്പിംഗ് പാക്കേജുകൾ എന്നിവ മാലിന്യമായി പുറത്തു വരുന്നു. കേരളം ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ പോലും മാലിന്യം ശരിയായി സംസ്കരിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. തോടുകൾ അടയുന്നു, കനാലുകൾ മൂടുന്നു, കൊതുകുകൾ പെരുകുന്നു, അതുപോലെ തന്നെ വായു മലിനമാകുന്നു, ഭൂഗർഭജലവും മലിനമാകുന്നു. അതുകൊണ്ടാണ് കേരള സർക്കാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാലിന്യം ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുക എന്ന നയം ശക്തമായി നടപ്പിലാക്കാൻ ആരംഭിച്ചത്. ഒരു കാലത്ത് മാലിന്യം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു പതിവ്. ചില സ്ഥലങ്ങളിൽ തുറന്ന പറമ്പുകളിൽ കൂമ്പാരമാക്കി നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ഈ രീതികൾ പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വിഷവാതകങ്ങൾ മനുഷ്യ ശരീരത്തെ ഗുരുതരമായി ബാധിക്കുന്നതായി വിവിധ പഠനങ്ങൾ കണ്ടെത്തി. മഴക്കാലത്ത് മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകി കിണറുകളിലും കുളങ്ങളിലും എത്തുന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് കേന്ദ്ര സർക്കാർ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 നടപ്പിലാക്കിയത്. ഈ നിയമം വളരെ വ്യക്തമായി പറയുന്നത് മാലിന്യം ആദ്യം വീടുകളിൽ തന്നെ വേർതിരിക്കണം, ശേഷം അത് തദ്ദേശ സ്ഥാപനങ്ങൾ ശേഖരിക്കണം, ജൈവ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം, അതുപോലെ റീസൈക്കിൾ ചെയ്യാവുന്ന വസ്തുക്കൾ പ്രത്യേകമായി കൈകാര്യം ചെയ്യണം. ഇതോടെയാണ് കേരളത്തിൽ പുതിയ ഒരു മാതൃക രൂപപ്പെടാൻ തുടങ്ങിയത്. ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമായ ഹരിതകർമ്മ സേന എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം തരാം. കേരള സർക്കാർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സാമൂഹിക സംരംഭമാണ് ഹരിതകർമ്മ സേന. ഇത് വെറും മാലിന്യം ശേഖരിക്കുന്ന തൊഴിലാളികളുടെ കൂട്ടമല്ല, മറിച്ച് കേരളത്തിന്റെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ നട്ടെല്ലാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഹരിതകർമ്മ സേന പ്രവർത്തിക്കുന്നു. ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ മേഖലയിലൂടെ തൊഴിൽ കണ്ടെത്തിയിരിക്കുന്നത്. മുമ്പ് വീട്ടമ്മമാരായി മാത്രം കഴിഞ്ഞിരുന്ന നിരവധി സ്ത്രീകൾ ഇന്ന് സ്വന്തം വരുമാനം കണ്ടെത്തുന്ന സംരംഭകരായി മാറിയിരിക്കുന്നു. ഇത് ശുചിത്വ പദ്ധതിയിൽ എന്നതിലുപരി സ്ത്രീ ശാക്തീകരണത്തിന്റെ മികച്ച മാതൃക കൂടിയാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, വീട്ടിലെ എല്ലാ മാലിന്യങ്ങളും ഹരിതകർമ്മ സേന കൊണ്ടുപോകുമെന്ന്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. അവർ പ്രധാനമായും ശേഖരിക്കുന്നത് അജൈവ മാലിന്യങ്ങളാണ്. അതായത് പ്ലാസ്റ്റിക് കവറുകൾ, മിനറൽ വാട്ടർ കുപ്പികൾ, പാൽ കവറുകൾ, ഷാമ്പു ബോട്ടിലുകൾ, ഡിറ്റർജന്റ് കുപ്പികൾ, കാർഡ്ബോർഡ് ബോക്സുകൾ, പാത്രങ്ങൾ, ഗ്ലാസ് കുപ്പികൾ, ടിൻ ക്യാനുകൾ, അലുമിനിയം വസ്തുക്കൾ, ഇരുമ്പ് സ്ക്രാപ്പുകൾ. ചില പ്രദേശങ്ങളിൽ ഈ വേസ്റ്റും പ്രത്യേക ശേഖരണ ദിവസങ്ങളിൽ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഭക്ഷണാവശിഷ്ടങ്ങൾ, മീൻ മാലിന്യം, പച്ചക്കറി അവശിഷ്ടങ്ങൾ എന്നിവ സാധാരണയായി ഹരിതകർമ്മ സേന ശേഖരിക്കാറില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്.
കേരള സർക്കാർ വർഷങ്ങളായി ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട്. മാലിന്യം ഒരു പ്രശ്നമല്ല, ശരിയായി കൈകാര്യം ചെയ്യാത്തതാണ് പ്രശ്നം. ഒരു വീട്ടിൽ നിന്ന് ദിവസേന ഉണ്ടാകുന്ന മാലിന്യത്തിന്റെ ഭൂരിഭാഗം ജൈവ മാലിന്യങ്ങളാണ്. അത് വളമാക്കി മാറ്റാൻ കഴിയും. വീട്ടിൽ തന്നെ ചെറിയ കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിച്ചാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നല്ല ജൈവവളം ലഭിക്കും. ഇത് വീട്ടിലെ പൂന്തോട്ടത്തിനും കൃഷിക്കും ഉപയോഗിക്കാം. ചില വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് പാചകവാതകം പോലും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് വിവിധ ഘട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സബ്സിഡിയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജൈവമാലിന്യം വീടുകളിൽ തന്നെ സംസ്കരിക്കണമെന്ന് സർക്കാർ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ വീടുകളിലും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് മാലിന്യ വേർതിരിക്കൽ. ഒരു ബക്കറ്റിൽ ജൈവ മാലിന്യം, മറ്റൊരു ബക്കറ്റിൽ അജൈവ മാലിന്യം. ഇത് വളരെ ലളിതമായി തോന്നുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായി ഇത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് ഭക്ഷണാവശിഷ്ടം ഒട്ടിയ പ്ലാസ്റ്റിക് കവർ നേരിട്ട് നൽകിയാൽ അത് റീസൈക്കിൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കഴുകി ഉണക്കി നൽകാൻ ഹരിതകർമ്മസേന നിർദ്ദേശിക്കുന്നത്. ഗ്ലാസ് വേസ്റ്റ് വസ്തുക്കൾ പ്രത്യേകം സൂക്ഷിക്കണം. ബ്ലേഡ്, സൂചി, മെഡിക്കൽ മാലിന്യങ്ങൾ പ്രത്യേകം കൈമാറണം. കാരണം ഇവ ശേഖരിക്കുന്ന സേനാംഗങ്ങളുടെ സുരക്ഷയും അത്ര തന്നെ പ്രധാനമാണ്. പല വീടുകളിലും ഇന്നും ഉയരുന്ന ചോദ്യമാണ്, സർക്കാർ ശമ്പളം നൽകിയില്ലേ, എന്തിനാണ് വീണ്ടും പണം നൽകുന്നത്? ഈ സംശയത്തിന് വ്യക്തമായ മറുപടിയുണ്ട്. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തന ചെലവിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് യൂസർ ഫീസ്. ഓരോ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം പിന്നീട് ശേഖരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കണം. അതിന് വാഹനങ്ങൾ വേണം, ചാക്കുകൾ വേണം, സുരക്ഷാ ഉപകരണങ്ങൾ വേണം. ഗ്ലൗസ്, മാസ്കുകൾ, യൂണിഫോം, തൂക്ക ഉപകരണങ്ങൾ, അതുപോലെ രേഖ പരിപാലനം, ഇന്ധന ചെലവ് എന്നിവയ്ക്കൊപ്പം ഇതെല്ലാം ചെലവുണ്ട്. അതുകൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന നിരക്ക് അനുസരിച്ച് യൂസർ ഫീ ഈടാക്കുന്നത്. ഇത് പിഴയല്ല, സേവനത്തിന്റെ ഒരു ഫീസാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും ഒരു വലിയ കുഴിയിലോ ഡംപിംഗ് യാർഡിലോ നിക്ഷേപിക്കുകയാണെന്ന്. എന്നാൽ ഇന്നത്തെ കേരളത്തിലെ സംവിധാനം അതല്ല. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ആദ്യം മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി MCF അഥവാ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്ന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ചെറിയ തോതിലുള്ള മിനി MCFകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഓരോ മാലിന്യവും വീണ്ടും വിശദമായി തരംതിരിക്കുന്നു. ഉദാഹരണത്തിന് പെറ്റ് പ്ലാസ്റ്റിക് വേറെ, HDPE പ്ലാസ്റ്റിക് വേറെ, പാൽ കവറുകൾ വേറെ, കാർഡ്ബോർഡുകൾ വേറെ, ഗ്ലാസ് വേറെ, ലോഹ വസ്തുക്കൾ വേറെ. ഇങ്ങനെ ശാസ്ത്രീയമായി വേർതിരിച്ച ശേഷമാണ് അവർ റീസൈക്ലിംഗ് കമ്പനികളിലേക്ക് അയക്കുന്നത്. ഈ ഘട്ടം വളരെ നിർണായകമാണ്. കാരണം ഒരേ വിഭാഗത്തിൽപ്പെടുന്ന വസ്തുക്കൾ ഒരുമിച്ച് എത്തുമ്പോഴാണ് അവയെ കാര്യക്ഷമമായി റീസൈക്കിൾ ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഇന്ന് 1 മിനിറ്റിൽ വാട്ടർ കുപ്പി ഉപയോഗിച്ചു, അത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. ശേഷം എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ആ കുപ്പി ആദ്യം MCFൽ എത്തും. അവിടെ അത് തരംതിരിക്കും. ശേഷം വലിയ റീസൈക്ലിംഗ് യൂണിറ്റുകളിലേക്ക് അയക്കും. അവിടെ പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കും, ചെറിയ കഷ്ണങ്ങളാക്കും, പിന്നീട് ഉരുക്കി പ്ലാസ്റ്റിക് ഗ്രാനുകളുകളാക്കി മാറ്റും. ഈ ഗ്രാനുകളുകൾ ഉപയോഗിച്ച് പുതിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ചില പ്ലാസ്റ്റിക്കുകൾ റോഡ് നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട്, ചിലത് വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഉപേക്ഷിച്ച ഒരു പ്ലാസ്റ്റിക് കുപ്പി വീണ്ടും ഒരു പുതിയ ഉൽപ്പന്നമായി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇതാണ് സർക്കുലർ ഇക്കോണമി എന്ന് ആശയം. അതായത് മാലിന്യത്തെ വീണ്ടും വിഭവമാക്കി മാറ്റുക. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മാലിന്യം ശേഖരിക്കുക എന്നതിലുപരി മാലിന്യം കുറയ്ക്കുക, ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുക, റീസൈക്ലിംഗ് വർദ്ധിപ്പിക്കുക, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത അവസാനിപ്പിക്കുക, ഓരോ തദ്ദേശ സ്ഥാപനത്തെയും ശുചിത്വത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ്. ഇതിനായി ശുചിത്വ മിഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കുടുംബശ്രീ, ഹരിത കേരളം മിഷൻ, വിവിധ സർക്കാർ ഏജൻസികൾ എന്നിവ സംയുക്തമായി പ്രവർത്തിക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പൊതുപരിപാടികളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കാനും സർക്കാർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുപോലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം അത്ര എളുപ്പമല്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവർ വീടുകളിൽ എത്തണം. ചിലപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങൾ കലർന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കേണ്ടി വരുന്നു. ഇത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവാം. ഗ്ലാസ് കഷ്ണങ്ങൾ, സൂചികൾ, ബ്ലേഡുകൾ എന്നിവ അശ്രദ്ധയായി മാലിന്യത്തിൽ കലർത്തുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ചില വീടുകളിൽ യൂസർ ഫീസ് നൽകാൻ മടിക്കുന്ന സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിൽ മാലിന്യം ശരിയായി വേർതിരിക്കാതെയും കൈമാറുന്നുണ്ട്. ഇവയെല്ലാം സേനാംഗങ്ങളെ ജോലി കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് സർക്കാർ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പരിശീലന പരിപാടികൾ, സുരക്ഷാ ഉപകരണങ്ങൾ, ഗ്ലൗസുകൾ, മാസ്കുകൾ, റിഫ്ലക്റ്റീവ് ജാക്കറ്റുകൾ, റെയിൻകോട്ട്, ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ട്രൈസൈക്കിളുകൾ, ഡിജിറ്റൽ രേഖാ സംവിധാനം, കൂടാതെ ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപകടമുണ്ടായാൽ സാമ്പത്തിക സഹായം ലഭിക്കുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയാണ് പല പദ്ധതികളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ മേഖലയെ തൊഴിലാളികൾക്ക് വളരെ പിന്തുണയാണ്. ഇപ്പോൾ ചില സാധാരണ തെറ്റുകൾ നോക്കാം. ഭക്ഷണാവശിഷ്ടം ഒട്ടിയ പ്ലാസ്റ്റിക് നേരിട്ട് നൽകുന്നു. ഗ്ലാസ് കുപ്പി പൊട്ടിച്ച ശേഷം മാലിന്യങ്ങളോടൊപ്പം കലർത്തുന്നു. സൂചി, ബ്ലേഡ് തുടങ്ങിയവ പൊതിഞ്ഞു നൽകുന്നു. പ്ലാസ്റ്റിക് കഴുകാതെ നൽകുന്നു. ഈ വേസ്റ്റ് സാധാരണ മാലിന്യത്തിലിടുന്നു. ഇവയെല്ലാം ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ചെറിയ അശ്രദ്ധ പോലും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അപകടമുണ്ടാക്കാൻ ഇടയാവും. കേന്ദ്ര സർക്കാരിന്റെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 പ്രകാരം ഓരോ ഉൽപാദകനും മാലിന്യ ഉറവിടത്തിൽ തന്നെ വേർതിരിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന രീതിയിൽ മാലിന്യം കൈമാറണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക് കത്തിക്കരുത്. പ്രാദേശിക നിയമങ്ങൾ പാലിക്കണം. ഈ നിയമങ്ങൾ പാലിക്കാത്തവർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പിഴയും മറ്റ് നടപടികളും സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. ഇന്ന് കേരളം പരമ്പരാഗത രീതികളിൽ നിന്ന് കൂടുതൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ മോണിറ്ററിംഗ്, GPS അടിസ്ഥാനമാക്കിയ ശേഖരണ സംവിധാനം, മാലിന്യ ശേഖരണത്തിന്റെ ഓൺലൈൻ രേഖകൾ, വീടുകളിൽ നിന്ന് ലഭിക്കുന്ന യൂസർ ഫീസ് ഡിജിറ്റലൈസ് ശേഖരിക്കുന്ന സംവിധാനങ്ങൾ, ഇവയെല്ലാം പല തദ്ദേശ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കി വരുന്നു. ഭാവിയിൽ കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ വരുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹരിതകർമ്മ സേനയുടെ വിജയം സർക്കാർ മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല. ഓരോ വീട്ടുകാരുടെയും പങ്കാളിത്തമാണ് അതിന്റെ അടിസ്ഥാനം. അതിനായി വീട്ടിൽ മാലിന്യം വേർതിരിക്കുക, ജൈവ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കുക, പ്ലാസ്റ്റിക് കഴുകി ഉണക്കി നൽകുക, യൂസർ ഫീ കൃത്യമായി അടയ്ക്കുക, മാലിന്യം പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക, ഹരിതകർമ്മ സേനാംഗങ്ങളോട് മാന്യമായി പെരുമാറുക. ഇവ പാലിച്ചാൽ മാത്രമേ ശുചിത്വമുള്ള കേരളം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.